ഇൻകം എന്ന ടോപ്പിക്കാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കോൺസെപ്റ്റ് ഓഫ് ഇൻകം എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻകം എന്നതിൻ്റെ ഡെഫിനിഷൻ അറിയാം. നമ്മൾ നേരത്തെ കണ്ടതാണ്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ഇൻകം അതിൻ്റെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് ഇൻകം അണ്ടർ ഇൻകം ടാക്സ് സെക്ഷൻ 224. അവർ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻകം ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, ഡിവിഡൻഡ്, വോളണ്ടറി കോൺട്രിബ്യൂഷൻ. കുറച്ചുകൂടി ഉണ്ട്. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അല്ലെങ്കിൽ വേണ്ട, ഇൻകം ഹെഡ്സ് എങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ ഡെഫിനിഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻകം ഇൻക്ലൂഡ്സ്. ഇൻകം ഇൻക്ലൂഡ്സ്, യെസ്, ഇൻകം ഇൻക്ലൂഡ്സ് എന്നൊരു ടേം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ടേം ഈ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൻകം എന്നതിൻ്റെ കോൺസെപ്റ്റ് എക്സോസ്റ്റീവ് അല്ല. ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇൻകം ഇൻക്ലൂഡ്സ്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് ഇൻകത്തിൻ്റെ കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇൻകം. അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വരുമാനങ്ങളെയും നമുക്ക് ഇൻകം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഇൻകത്തിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്കിനി നോക്കാം. 5 രീതിയിലാണ് ഇതിനോടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. 5 രീതിയിൽ ഈ കാര്യത്തെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇൻകം ഇൻ ജനറൽ മീൻസ് എ പീരിയോഡിക് മോണിറ്ററി റിസീറ്റ്. മോണിറ്ററി റിസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്താണ് മോണിറ്ററി റിസീറ്റ്? നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. 2, ഇൻകം ജനറലി മീൻസ് റവന്യൂ റിസീറ്റ്സ് ആൻഡ് നോട്ട് ക്യാപിറ്റൽ റിസീറ്റ്സ്. അപ്പോൾ എന്താണ് റവന്യൂ റിസീറ്റ്, എന്താണ് ക്യാപിറ്റൽ റിസീറ്റ്? നിങ്ങൾ അറിഞ്ഞിരിക്കണം, ചോദ്യമാണ്. 3, ഇൻകം മീൻസ് നെറ്റ് റിസീറ്റ്സ് ആൻഡ് നോട്ട് ഗ്രോസ് റിസീറ്റ്സ്. എന്തായിരിക്കും നെറ്റ് റിസീറ്റ്സ്, എന്തായിരിക്കും ഗ്രോസ് റിസീറ്റ്സ്? അറിയണം. 4, ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് ഐദർ ഓൺ ഡ്യൂ ബേസിസ് ഓർ റിസീറ്റ് ബേസിസ്. ഡ്യൂ ബേസിസ് എന്താണ്, റിസീറ്റ് ബേസിസ് എന്താണ്? മറ്റൊരു ചോദ്യം. 5, ഇൻകം ഈസ് ഏൺഡ് ഇൻ ദ റെലവന്റ് പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ. പ്രീവിയസ് ഇയർ എന്താണ് ആ ഒരു ടേമിൻ്റെ അർത്ഥം? അതായത് നമ്മൾ 5 കാര്യങ്ങളിലുമായിട്ട് 5 വ്യത്യസ്ത ടേമുകൾ കണ്ടിട്ടുണ്ട്. പലതിൻ്റെയും മീനിങ്ങും അർത്ഥം നിങ്ങൾക്ക് അറിയാം, ചിലതിൻ്റെ അറിയാൻ പാടില്ലായിരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ചില ടേമുകൾ നമ്മൾ കാണും, ചിലത് കാണില്ല. കാണാത്തത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ഇൻകം ഇൻ ജനറൽ മീൻസ് എ പീരിയോഡിക് മോണിറ്ററി റിസീറ്റ് റെഗുലർലി ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. സാധാരണഗതിയിൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്, വരുമാനമാണ്. അതായത് ഇൻകത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇൻകം എങ്ങനെയായിരിക്കണം? പീരിയോഡിക് മോണിറ്ററി റിസീറ്റ് റെഗുലർലി ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരുമാനമായിരിക്കണം. ഉദാഹരണം പറയാം, സാലറി. എല്ലാ മാസവും പീരിയോഡിക്കായിട്ട് റെഗുലറായിട്ട് എനിക്ക് സാലറി കിട്ടുക എൻ്റെ എംപ്ലോയറിൽ നിന്നും. ഡെഫിനിറ്റ് ആയിട്ടൊരു സോഴ്സ് ഉണ്ട്, സാലറി എന്നൊരു സോഴ്സ് ഉണ്ട്. എൻ്റെ എംപ്ലോയറാണ്, അവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ജനറൽ സെൻസിൽ ഇൻകം. കാര്യം മനസ്സിലായോ? ആലോചിച്ച് നോക്കി. പീരിയോഡിക് മോണിറ്ററി റിസീറ്റ് റെഗുലർലി ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. എനിക്ക് 1000 രൂപ എല്ലാ മാസവും എൻ്റെ എംപ്ലോയറിൽ നിന്ന് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. പീരിയോഡിക് മോണിറ്ററി റിസീറ്റ് റെഗുലർലി ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. പക്ഷേ ഇവിടെ പറയുന്നു, ഇറ്റ് മേ ഓൾസോ ഇൻക്ലൂഡ്സ് സം അതർ റിസീറ്റ്സ് വിച്ച് ആർ നോട്ട് റെഗുലർ ഇൻ നേച്ചർ. എൻ്റെ സാലറി റെഗുലർ ആണെന്ന് പറഞ്ഞു, പീരിയോഡിക്കാന്ന് പറഞ്ഞു, കൃത്യമായിട്ട് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ ഈ റിസീറ്റുകൾ റെഗുലർ നേച്ചറുള്ളതാണെന്നില്ല. ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് ലോട്ടറി എടുത്തു. ആ ലോട്ടറി എനിക്ക് അടിച്ചേക്കും. ആ ലോട്ടറിയിൽ നിന്ന് എനിക്ക് 5 കോടി നിങ്ങൾക്ക് ഈ ലോട്ടറി കാണാം, 1ാം സമ്മാനം അടിച്ച് ടാക്സ് ഒക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിട്ടി, ക്യാഷ് കിട്ടി. ഇത് റെഗുലർ ആയിട്ടുള്ള ഇൻകം ആണോ? ഈ ലോട്ടറിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻകം റെഗുലർ ആണോ? റെഗുലർ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പീരിയോഡിക് മോണിറ്ററി റിസീറ്റ് റെഗുലർലി ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. ഇവിടെ നമുക്ക് റെഗുലർ ആണെന്ന് കാണാൻ പറ്റില്ല. എനിക്ക് ഇനി എല്ലാ ദിവസവും ലോട്ടറി അടിക്കുമോ, അല്ലെങ്കിൽ എല്ലാ മാസവും ആ ദിവസം ലോട്ടറി അടിക്കുമോ? കൃത്യമായിട്ട് എനിക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമോ? ഇല്ല.
ആ കാര്യം ഓർത്തോണം. ഇപ്പൊ ഇവിടെ ഒരു എക്സംഷൻ ഉണ്ട്. എന്താണ്? ചില സാഹചര്യങ്ങളിൽ ഇൻകം എന്തായിരിക്കില്ല, റെഗുലർ ഇൻ നേച്ചർ ആയിരിക്കില്ല. അതും നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഉദാഹരണമാണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോട്ടറി വിൻ ചെയ്യുന്നത്. ഈ ഒരു കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ റെഗുലർ അല്ലാത്ത കുറച്ച് റെസീറ്റ്സ് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തത് നോക്കാം. ഇൻകം ജനറലി മീൻസ് റവന്യൂ റെസീറ്റ്സ് ആൻഡ് നോട്ട് ക്യാപിറ്റൽ റെസീറ്റ്സ്. അതായത് ഇൻകം സാധാരണഗതിയിൽ റവന്യൂ റെസീറ്റാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസീറ്റ് അല്ലെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, ഒരു സംശയം വരാം, എന്താണ് റവന്യൂ റെസീറ്റ്? എന്തായിരിക്കാം റവന്യൂ റെസീറ്റ്? റവന്യൂ റെസീറ്റ്സ് ആർ മണി റിസീവ്ഡ് ബൈ എ ബിസിനസ് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ്. റവന്യൂ റെസീറ്റിന്റെ പല ഡെഫിനിഷൻ, പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഞാനൊരു ഉദാഹരണം, സാധാരണ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുവാണ്. അതിന്റെ പ്രത്യേകത ഞാൻ മണി റിസീവ്ഡ്, റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പണമാണ്. ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ്, ഒരു ബിസിനസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ ഒരു ബിസിനസ് ഓപ്പറേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ സെയിൽ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ ഒരു ചായക്കടയാണെന്ന് കരുതുക. ആ ചായക്കടയിലെ ചായ വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് ആ ചായക്കടയെ സംബന്ധിച്ച് എന്ത്, റവന്യൂ റെസീറ്റ്. അല്ലെങ്കിൽ ഒരു സിമെന്റ് വിൽക്കുന്ന കടയാണെന്ന് കരുതുക. അവിടുത്തെ ഗുഡ്സ് എന്നാ, സിമെന്റാ. ആ സിമെന്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഇൻകം, ആ നോർമൽ ബിസിനസ്, സിമെന്റ് കടയുടെ നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ വന്നതാണെന്ത്, സിമെന്റ് കച്ചവടം. ആ സിമെന്റ് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ എന്ത് വിളിക്കാം, റവന്യൂ റെസീറ്റ് എന്ന് വിളിക്കാം. ചായക്കടയാണെങ്കിൽ ചായ വിറ്റ് കിട്ടുന്ന ക്യാഷ്. ബിസിനസിന്റെ നേച്ചർ എന്താണോ ആ ഒരു ഓപ്പറേഷൻ ബിസിനസ് നടത്തുന്ന മൂലം ബിസിനസ്സിന് കിട്ടുന്ന ഇൻകത്തെയാണ് ഇത് നമ്മൾ വിളിക്കുന്നത് റവന്യൂ റെസീറ്റ്. റവന്യൂ റെസീറ്റ് നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബിസിനസിന്റെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞ ശേഷം അതെന്താണെന്ന് പറയുക. അപ്പൊ നോർമൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന, നോർമൽ ബിസിനസ് ഓപ്പറേഷനുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റവന്യൂ റെസീറ്റ്. ഉദാഹരണം സെയിൽ ഓഫ് ഗുഡ്സ്. തിരിച്ചു വരാം. ഇൻകം ജനറലി മീൻസ് റവന്യൂ റെസീറ്റ്. അപ്പൊ ഈ പറഞ്ഞ റവന്യൂ റെസീറ്റ് ആയിരിക്കും സാധാരണഗതിയിൽ, നോർമൽ ഗതിയിൽ ഇൻകം എന്ന് പറയുകയാണെങ്കിൽ. അതിന് നോട്ട് ക്യാപിറ്റൽ റെസീറ്റ്സ്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, പക്ഷേ പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഇൻകം. നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുക, ഒരു പ്രോഫിറ്റ് കിട്ടി. അതായത് നമ്മുടെ ഇരുന്ന വാല്യൂവിനേക്കാൾ കൂടി ഒരു വാല്യൂ കിട്ടി. 1,00,000 നമ്മൾ അക്വയർ ചെയ്തപ്പോൾ വില, നമുക്ക് 1,50,000 കിട്ടി. അതായത് 50,000 നമുക്ക് അഡീഷണൽ കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് എന്ത് വിളിക്കാം, പ്രോഫിറ്റ്. 1,00,000 രൂപയുടെ അസറ്റ് 1,50,000 രൂപ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 50,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് എന്നാ, റവന്യൂ റെസീറ്റ് ആണോ ക്യാപിറ്റൽ റെസീറ്റ് ആണോ? ക്യാപിറ്റൽ റെസീറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അതും ഇൻകത്തെ ഇൻക്ലൂഡ് ചെയ്യും. സാധാരണഗതിയിൽ എന്താ പറഞ്ഞത്, റവന്യൂ റെസീറ്റുകളാണ് സാധാരണഗതിയിൽ എടുക്കാൻ. പക്ഷേ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, അതിൽ നിന്ന് കിട്ടുന്ന ആ പ്രോഫിറ്റും നമ്മുടെ വരുമാനമായിട്ട് കണക്കാക്കും. കാരണം നമുക്ക് സൂപ്പറായിട്ട് കിട്ടിയത്, സൂപ്പർ പ്രോഫിറ്റ്, അത് എക്സ്ട്രാ കിട്ടിയത്, നമുക്കൊരു വരുമാനം കിട്ടുക ചെയ്തത് ആ അസറ്റിൽ നിന്ന്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഇൻകം മീൻസ് നെറ്റ് റെസീറ്റ്സ് ആൻഡ് നോട്ട് ഗ്രോസ് റെസീറ്റ്സ്. എന്തായിരിക്കും ഇൻകത്തിന്റെ മറ്റൊരു കോൺസെപ്റ്റ്? എനിക്ക് 10 ലക്ഷം രൂപ ഇൻകം കിട്ടി, അതെന്റെ ഗ്രോസ് റെസീറ്റാണ്. ഈ 10 ലക്ഷം രൂപ നേടുവാൻ വേണ്ടി ഞാനൊരു 2 ലക്ഷം രൂപ ചെലവാക്കി. 10 ലക്ഷം മൈനസ് 2 ലക്ഷം 8 ലക്ഷം, അതാണ് നെറ്റ് റെസീറ്റ്. ഇതിൽ ഏതായിരിക്കും എന്റെ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്? തീർച്ചയായിട്ടും നെറ്റ് റെസീറ്റ് ആയിരിക്കും. കാരണം ഞാൻ 10 ലക്ഷം രൂപ നേടുവാൻ വേണ്ടി 2 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. എല്ലാ ഉദാഹരണങ്ങളാണ്, മനസ്സിലായിക്കോണം. ഇപ്പൊ 10 ലക്ഷത്തിൽ 2 ലക്ഷം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 8 ലക്ഷം രൂപയാണ് നെറ്റ് റെസീറ്റ്. അതാണ് എന്റെ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. കാരണം ദ എക്സ്പെൻസ് ഓഫ് ഏണിംഗ് ദ ഇൻകം നേടുവാൻ വേണ്ടി ഞാൻ ചിലവാക്കിയ തുക ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഗ്രോസ് റെസീറ്റ്സ് ടു അറൈവ് ദ നെറ്റ് റെസീറ്റ്. എന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം അല്ല, ഇവിടെ 8 ലക്ഷം. കാരണം സത്യത്തിൽ എനിക്ക് 8 ലക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 10 ലക്ഷം കിട്ടിയോ? 10 ലക്ഷം കിട്ടി, പക്ഷെ അതിന് വേണ്ടി 2 ലക്ഷം മുടക്കി. എന്റെ കയ്യിലേക്ക് സത്യത്തിൽ എത്രയാണ് വന്നിട്ടുള്ളൂ? 8 ലക്ഷം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. സോ എന്റെ വരുമാനം ഇവിടെ 8 ലക്ഷം രൂപയാണ്, അല്ലെങ്കിൽ നെറ്റ് റെസീറ്റ് ആണ് കണക്കാക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഗ്രോസ് റെസീറ്റ് മൊത്തം കിട്ടുന്നത്, നെറ്റ് റെസീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ ചിലവ് അതിൽ നിന്ന് കുറച്ച ശേഷം മിച്ചം വരുന്നതാണ് നെറ്റ് റെസീറ്റ്. അതായിരിക്കും നമ്മൾ കണക്കിലെടുക്കേണ്ടത്, അതാണ് കണക്കിൽ എടുക്കുന്നത്. അടുത്താണ്, നാലാമത്താണ്, ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് ഈദർ ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസീറ്റ് ബേസിസ്. 2 രീതിയിൽ നമുക്ക് ഇൻകത്തെ ഡിറ്റർമൈൻ ചെയ്യാം, 2 രീതിയിലും കണക്കാക്കാം. ഡ്യൂ ബേസിസും ഉണ്ട്, റെസീറ്റ് ബേസിസും ഉണ്ട്. റെസീറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്നത് എപ്പോഴാണോ കിട്ടുന്ന ആ ഒരു കിട്ടുന്ന ഒരു ബേസ്. എനിക്കിപ്പോൾ 10-ാം തീയതിയാണ് കിട്ടിയത് എങ്കിൽ റെസീറ്റ് ആയിരുന്ന കിട്ടിയതെന്ന റെസീറ്റ് കിട്ടിയതെന്ന് എനിക്ക് പണം കിട്ടിയതെന്നാ
10-ാം തീയതി ഇൻകം കിട്ടിയത് 10-ാം തീയതി. ഡ്യൂ എന്ന് പറഞ്ഞാലോ കിട്ടേണ്ട ഡേറ്റ്, കിട്ടിയിട്ടില്ല, കിട്ടേണ്ട ഡേറ്റ്. നമുക്കൊരു ഉദാഹരണത്തോടെ വ്യക്തമാക്കാം. ഡ്യൂ ബേസിസ് മീൻസ് അക്രൂഡ് ബേസിസ്. ഒക്കെ ഇവിടെ നോക്കുക. ഇഫ് എ പേഴ്സൺ ഹാസ് ബീൻ എംപ്ലോയിഡ് ഓൺ 1st March, ഒരു വ്യക്തിക്ക് മാർച്ച് 1 ജോലി ലഭിച്ചു. സാലറി ഫോർ ദ മന്ത് ബിക്കംസ് ഡ്യൂ ഓൺ 31st March. അദ്ദേഹത്തിന്റെ ആ മാസത്തിന്റെ സാലറി എന്നാ ഡ്യൂ ആകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട ഡേറ്റ് എന്നാ 31st March. അതിനെയാണ് നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത്, ഡ്യൂ ആകുന്ന ഡേറ്റ്. മനസ്സിലായല്ലോ? 31-ാം തീയതി സാലറി കിട്ടണം. സാലറി കിട്ടേണ്ട ഡേറ്റ് 31-ാം തീയതിയാണ്. പക്ഷെ പുള്ളിക്ക് സാലറി കിട്ടിയെന്നാ ഹി റിസീവ്സ് ദ സാലറി പേയ്മെന്റ് ഓൺ 5th April. ഏപ്രിൽ 5-ാം തീയതി മാത്രമാണ് അയാൾക്ക് സാലറി കിട്ടുന്നത്. അതായത് 5 ദിവസം കഴിഞ്ഞാണ് പുള്ളിക്ക് സാലറി കിട്ടിയത്. അതാണ് റിസീറ്റ്. കിട്ടിയതിന് നമുക്ക് റിസീറ്റ് എന്ന് പറയാം, കിട്ടേണ്ടതിന് ഡ്യൂ എന്ന് പറയാം. സാലറി കിട്ടേണ്ട ദിവസം, കിട്ടേണ്ടതായത് ഡ്യൂ. ഇപ്പൊ ഡ്യൂ ബേസിസിലും അല്ലെങ്കിൽ റിസീറ്റ് ബേസിസിലും നമുക്ക് കണക്കാക്കാം. വിച്ച് ഈസ് ഏർലിയർ, നോർമൽ സാധാരണഗതിയിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഡ്യൂ ആയത് 31-ാം തീയതിയാണ്. ചിലപ്പോൾ നമുക്ക് 28-ാം തീയതി കിട്ടാൻ സാലറി കിട്ടാൻ മേലെ കിട്ടാം, സാലറി കിട്ടാം. ഓണമുള്ള മാസമാണെന്ന് കരുതുക. 31-ാം തീയതി ആയിരുന്നു സാലറി കിട്ടണ്ടേ, പക്ഷെ 20-ാം തീയതി തന്നെ എനിക്ക് എംപ്ലോയർ സാലറി തരുക. ഓണമൊക്കെ അല്ലേ, നേരത്തെ സാലറി പിടിച്ചോളാൻ പറ്റുന്നു. അപ്പൊ റിസീറ്റ് ഡ്യൂവിനേക്കാൾ മുമ്പായി. അപ്പൊ ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്നാണ് സാലറി കിട്ടേണ്ട ഡേറ്റ്, അതാണ് ഡ്യൂ. റിസീറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടിയത്. റിസീറ്റ് ചിലപ്പോൾ ഡ്യൂവിന് ശേഷമാകാം, ഡ്യൂവിന് മുൻപുമാകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ തന്നെ അതിനുശേഷം ഒന്ന് കുറിക്കുക, ഒന്ന് കമന്റ് ചെയ്യുക എന്താണ് ഡ്യൂ ബേസിസും എന്താണ് റിസീറ്റ് ബേസിസും എന്നുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 5-ാമത്തെ പോയിന്റ് നോക്കാം. ഇൻകം ഏൺഡ് ഇൻ ദ റെലവന്റ് പ്രീവിയസ് ഇയർ ഈസ് ടാക്സ്. ആ പ്രീവിയസ് ഇയറിൽ ആ വർഷം നമ്മൾ നേടിയ ഇൻകം ടാക്സബിൾ ആയിരിക്കും. അതിന് നമ്മൾ ടാക്സ് കൊടുത്തിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ടൈമാണ് പ്രീവിയസ് ഇയർ. അതിനോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് അസസ്മെന്റ് ഇയർ. ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കി പോയേക്കാം. ജസ്റ്റ് കാര്യങ്ങളൊന്ന് അറിഞ്ഞു പോവുക, പിന്നീട് വിശദമായിട്ട് പഠിക്കാം. പ്രീവിയസ് ഇയർ ഈസ് എ പീരീഡ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് എ പേഴ്സൺ ഹാസ് ടു പേ ടാക്സ്. ഒരു വ്യക്തി ടാക്സ് അടയ്ക്കേണ്ട കാലഘട്ടത്തെ, ഏത് കാലഘട്ടത്തിലെ ടാക്സ് ആണോ ഒരു വ്യക്തി അടയ്ക്കുന്നത് ആ കാലഘട്ടത്തെ എന്തെന്ന് വിളിക്കും? പ്രീവിയസ് ഇയർ. ഒന്നാമത്തെ കാര്യം, ഏത് വർഷത്തെ ടാക്സ് ആണോ, ഏത് കാലഘട്ടത്തിലെ ടാക്സ് ആണോ ഒരു വ്യക്തി അടയ്ക്കുന്നത് ആ ഇയറിനെ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കും. 2, in Income Tax Act, the previous year is a period of 12 months beginning from April 1st to March 31st. പ്രീവിയസ് ഇയർ എന്ന് പറയുകയാണെങ്കിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു കാലഘട്ടമായിരിക്കും. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ 1-ലും ഇയർ എൻഡ് ചെയ്യുന്നത് മാർച്ച് 31-ലുമാണ്. അപ്പൊ പ്രീവിയസ് ഇയറിന്റെ കാലാവധി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏപ്രിൽ 1 തൊട്ട് ഒരു മാർച്ച് 31 വരെയായിരിക്കും. ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്നു. ഏത് വർഷത്തെയാണോ ടാക്സ് അടയ്ക്കണേ ആ വർഷത്തെ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നു. ഈ 2 കൂട്ടം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അറിഞ്ഞിരിക്കുക. അടുത്ത നമുക്ക് അസസ്മെന്റ് ഇയറിനെ കുറിച്ച് നോക്കാം. അസസ്മെന്റ് ഇയർ ഈസ് എ 12 months പീരീഡ് ഫോളോയിങ് ദ പ്രീവിയസ് ഇയർ ഡ്യൂറിംഗ് വിച്ച് ദ അസസി ഹാസ് ടു ഫയൽ ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അത് പ്രീവിയസ് ഇയർ കഴിഞ്ഞു വരുന്ന ഫൈനാൻഷ്യൽ ഇയർ ആണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ കഴിഞ്ഞു വരുന്ന അടുത്ത 12 മാസമാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ കഴിഞ്ഞുള്ള ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തെയാണ് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് ഇയറിലെ ടാക്സ്, അതിന്റെ ഇൻകം റിട്ടേൺ നമ്മൾ ചെയ്യുന്നത്, ടാക്സ് റിട്ടേൺ ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിൽ. പ്രീവിയസ് ഇയറിൽ നമുക്കുണ്ടാകുന്ന ഇൻകം ആ വർഷത്തെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. പക്ഷെ എന്നാ നമ്മൾ റിട്ടേൺ ചെയ്തത്, ആ റിട്ടേൺ ചെയ്യുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. നമുക്ക് ഇൻകം ഉണ്ടാകുന്ന വർഷം ടാക്സ് അടയ്ക്കേണ്ട കാലഘട്ടത്തെ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നു. നമ്മൾ എന്നാണോ ആ ഇൻകത്തെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അതിനെ അസസ്മെന്റ് ഇയർ നമ്മൾ വിളിക്കുന്നു. അതൊക്കെ നമുക്ക് ചെറിയൊരു ഉദാഹരണം നോക്കാം. പ്രീവിയസ് ഇയർ മേളിൽ പറഞ്ഞിട്ടുണ്ട്, ഇയർ ഇൻ വിച്ച് ഇൻകം റിസീവ്ഡ്. നമുക്ക് വരുമാനം ലഭിച്ച കാലഘട്ടത്തെ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നു. അതൊരു ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണെന്ന് ഓർത്തുകൊള്ളുക. അതായത് 12 മാസം. അസസ്മെന്റ് ഇയറിനെ കുറിച്ച് പറയുന്നു, ഇയർ ഇൻ വിച്ച് റിട്ടേൺ ഫയൽഡ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന വർഷത്തെ എന്തെന്ന് വിളിക്കുന്നു? അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നു. നോക്കാം, പ്രീവിയസ് ഇയർ 2019-2020 ആണ്. ആ വർഷത്തിൽ എനിക്ക് സാലറി, ബിസിനസ്സിൽ ഇൻകം, പല ഇൻകം കിട്ടുന്നു. അപ്പൊ അതാണ് ഞാൻ ഇൻകം ഏൺ ചെയ്ത വർഷം, അതിന്റെ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നു. ഇവിടെ കാണാം, അതിന്റെ അസസ്മെന്റ് ഇയർ എന്നാ 2021. അല്ലെങ്കിൽ ഞാൻ ആ ഇൻകത്തിന്റെ ടാക്സ് അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട വർഷം ഏതാ? 2021. അതായത് അത് കഴിഞ്ഞുള്ള വർഷം.
വ്യക്തമായല്ലോ. ഇനി അസസ്മെന്റ് ഇയറിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അസസ്മെന്റ് ഇയറിന് തൊട്ട് മുൻപുള്ള 12 മാസമായിരിക്കും എന്ത്, അല്ലെ തൊട്ട് മുമ്പുള്ള ഫൈനാൻഷ്യൽ ഇയർ ആയിരിക്കും എന്ത്, പ്രീവിയസ് ഇയർ. കോൺസെപ്റ്റ് വ്യക്തമായെന്ന് കരുതുന്നു. അപ്പൊ 2018-19 പ്രീവിയസ് ഇയർ, അതിന്റെ അസസ്മെന്റ് ഇയർ എന്നാ ഞാൻ റിട്ടേൺ ചെയ്യട്ടെ 19-20. അങ്ങനെ 17-18 എന്റെ പ്രീവിയസ് ഇയർ, ഞാൻ റിട്ടേൺ ചെയ്യട്ടെ എന്നാ 18-19. ഓക്കെ. ക്വസ്റ്റ്യൻ 2010 വരുന്ന പ്രീവിയസ് ഇയർ, അതിന്റെ അസസ്മെന്റ് ഇയർ കമന്റ് ചെയ്ത്. ഓക്കെ. അപ്പൊ അസസ്മെന്റ് ഇയർ 2015-16, അതിന്റെ പ്രീവിയസ് ഇയർ കമന്റ് ചെയ്തേ. ഓക്കെ. നിങ്ങൾക്ക് കോൺസെപ്റ്റ് വ്യക്തമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു പ്രീവിയസ് ഇയറും ഒരു അസസ്മെന്റും തെറ്റാതെ കമന്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇൻകത്തിന്റെ 5 കോൺസെപ്റ്റുകൾ നമ്മൾ കണ്ടു. ഒന്നുകൂടി ബ്രീഫ് ചെയ്യുക. സാധാരണഗതിയിൽ ഒന്നാമത്തെ കാര്യമാണ് ഇൻകം എന്ന് പറയുകയാണെങ്കിൽ പീരിയോഡിക് മോണിറ്ററി റിസീറ്റുകളാണ്. കൃത്യമായി കിട്ടുന്ന സാലറി, അല്ലെ കൃത്യമായി കിട്ടുന്ന പ്രോഫിറ്റ്, അങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്ന കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻകം എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ കാണാം ചിലപ്പോൾ ലോട്ടറിക്ക് അടിക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇൻകം കിട്ടാം, അതിനെ നമ്മൾ ഇൻകമായിട്ട് കണക്കാക്കും. 2 റവന്യൂ റെസീറ്റുകളെയാണ് നമ്മൾ എടുക്കുക, ക്യാപിറ്റൽ ഐറ്റത്തെ എടുക്കില്ല. പക്ഷേ പറയുന്നു ഒരു ക്യാപിറ്റൽ അസറ്റ് വിട്ട് നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻകത്തിൽ ഉൾപ്പെടുത്തും. അടുത്ത പറഞ്ഞിരിക്കുന്നു നമ്മൾ നേടിയ ഗ്രോസ് ഇൻകം അല്ല നെറ്റ് ഇൻകം ആണ് കണക്കാക്കുന്നത്. നെറ്റ് മീൻസ് ഗ്രോസ് മൈനസ് എക്സ്പെൻസസ്. നമുക്ക് മൊത്തം കിട്ടിയ റെസീറ്റ്സിൽ നിന്ന് അത് നേടുവാനായ ചെലവിനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് റെസീറ്റ്സ്. 10 ലക്ഷം മൊത്തം നമുക്ക് കിട്ടി, അത് നേടുവാൻ ഞാൻ 2 ലക്ഷം ചിലവാക്കി. 2 ലക്ഷം കുറച്ച് മിച്ചമുള്ള 8 ലക്ഷം ആയിരിക്കും എന്റെ നെറ്റ് റെസീറ്റ്സ് എന്ന് പറയാം. ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് ഈതർ ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസീറ്റ് ബേസിസ്. ഡ്യൂ ആകുക എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട ദിവസം മാർച്ച് 31 സാലറി കിട്ടണം, അതാണ് ഡ്യൂ ഡേറ്റ്. റെസീറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ഏപ്രിൽ 5-ാം തീയതി കിട്ടിയത്, അതാണ് റെസീറ്റ്. അല്ല എനിക്ക് നേരത്തെ കിട്ടി, മാർച്ച് 22 തന്നെ കിട്ടി, അതാണ് റെസീറ്റ്. അപ്പൊ ഡ്യൂ ബേസിസിലും റെസീറ്റ് ബേസിസിലും കണക്കാക്കും. വിച്ച് എവർ ഈസ് ഏർലിയർ എന്നൊരു എന്തുണ്ട്, ഒരു കണക്കൂട്ടൽ നമുക്ക് നോർമലി അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കണക്കാക്കാറുണ്ട്. അടുത്ത ഇൻകം ഏൻഡ് ഇൻ ദ റെലവന്റ് പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ. നമ്മൾ പ്രീവിയസ് ഇയർ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, നേടിയിട്ടുള്ള ഇൻകം എന്താണ്, ടാക്സബിൾ ആണ്. ഈ ടാക്സ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വേറെ റിവ്യൂ ആ കാര്യം ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർക്കുക, ഇൻകത്തിന് 5 കോൺസെപ്റ്റുകളുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി വിചാരിക്കുന്നു. ഇനി പ്രീവിയസ് ഇയറിനെ കുറിച്ചും അസസ്മെന്റ് ഇയറിനെ കുറിച്ചും ഉദാഹരണ സഹിതം മറ്റൊരു വീഡിയോ ഇറങ്ങുന്നതാണ്. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സമയത്ത് അത് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഓക്കെ. ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. ടൈം.